ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എനിക്കിന്ന് വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ, 20ാമത്തെ. അൽഹംദുലില്ലാ. അപ്പം ജിംഷ ലീവായിരുന്നു ഷോപ്പ്. നമ്മളിന്ന് വെറുതെ വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെയല്ല, ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ചെറുങ്ങനെ കറങ്ങി വരാമെന്ന് പറഞ്ഞപ്പം ലുലു മാളിലാണ് കേട്ടോ പോണത്. അല്ലാതെ എവിടെ പോകാനൊന്നും വലിയ മൂഡൊന്നുമില്ല, ലോങ്ങൊന്നും ഒരു ട്രിപ്പ് അടിക്കാനൊന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പുറത്ത് ഭയങ്കര ചൂടാട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിന്നാൽ. പിന്നെ കാഴ്ചകളൊക്കെ കാണും ചെയ്യാം. ഇപ്രാവശ്യം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അന്ന് വന്നപ്പം ഫുൾ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളൊക്കെ കാണിച്ചു തന്നിക്കണല്ലോ. അപ്പം ഇന്നതൊന്നുമില്ല, ഞാൻ എല്ലാ ഇതും പോയി കണ്ട്, ഒരുവിധമൊക്കെ ഭാഗങ്ങളൊക്കെ കാണാത്തതൊക്കെ ഉണ്ടായിരുന്നു, ആ ഭാഗങ്ങളൊക്കെ പോയി കണ്ട്. പിന്നെ അതുപോലെ ക്രിസ്മസിൻ്റെ ട്രീ ഒക്കെ ഒരുക്കിക്കുന്ന ഇവിടെ, അതിൻ്റെ എല്ലാ ഐറ്റംസും അതിന് ഉപയോഗിക്കേണ്ട ക്രിസ്മസ് ട്രീ ഒരുക്കേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പുൽക്കൂടൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതേപോലത്തെ സെറ്റ് ആക്കാനുള്ള എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴേ എല്ലാം ഒരുക്കത്തിലാണ് അവിടെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അതൊക്കെ വാങ്ങാൻ വന്നിരിക്കുന്നു. പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, അതിന് കുറച്ചൊന്ന് വില കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഇനി കുറച്ച് നേരം അവിടെയൊക്കെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ വാങ്ങിയ സാധനമൊക്കെ ഒന്ന് ബില്ലടിക്കാനൊക്കെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അതൊന്നല്ല കേട്ടോ കഴിക്കാൻ നിന്നത്. നിമിഷ അങ്ങോട്ട് പോകാൻ നിന്നാണ്, ഞാൻ പറഞ്ഞാണ് വേണ്ട, നമുക്ക് നാടൻ ചോറ് കഴിക്കാമെന്ന്. എനിക്ക് ഇലയിലൊക്കെ ഇട്ടിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നാടൻ ഭക്ഷണം. അതിൽ എന്താണ് ചമ്മന്തി, അച്ചാർ, ഉപ്പേരി, അവിയൽ, പിന്നെന്താണ് പപ്പടം. പിന്നെ എനിക്കാണെങ്കിൽ എത്ര ഇത് ഒക്കെ ഉണ്ടെങ്കിലും ഒരു പൊരിച്ചതോ അങ്ങനെ മീനിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത്രയും നന്നായി. അപ്പോൾ അവിടെ അതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് നമുക്ക് കഴിക്കാൻ പോണതിൽ വെറും വെജിറ്റബിൾസ് മാത്രമുള്ള ഒരു ഹോട്ടലൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അതൊന്നല്ല, ഇവിടെ നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട്. ബീഫുണ്ട്, ചിക്കന്, പിന്നെ മീൻ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെമ്മീനും നെത്തലൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നോ പറയാം. ഭയങ്കര സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പായസം, ഒരു രക്ഷയില്ല. അതൊക്കെ പായസം മാത്രം വാങ്ങിയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിപ്പോണവരുണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ട് വരാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോണും വാങ്ങി കഴിച്ചു. ഇത് ഹോട്ടലെന്ന് പറയാനൊന്നും പറ്റില്ല, ഒരു മെസ്സ്. പക്ഷേ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ പറയുക, കാറിലും എല്ലാ വാഹനത്തിലുമാണ് വരുന്നത് കേട്ടോ ഇവിടേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ അടുത്തുണ്ടായിട്ടായിരിക്കും ഇത്രയും കസ്റ്റമേഴ്സ്. അംബിക ഹോട്ടലാണല്ലോ ഇത്, നമ്മളെ കോഴിക്കോടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. എനിക്കറിയാം, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക. കാരണം ഞാൻ ഇതിലേക്ക് എത്രയോ പാസ് ചെയ്തിരിക്കണം. പക്ഷേ എന്നോട് ചോദിച്ചിരിക്കുന്നു നമുക്ക് അംബിക ഹോട്ടൽ. ഞാൻ ആ ഒരു ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗമൊക്കെ, ഇതൊരു ലുക്കില്ല, വേണ്ടാന്ന് വെച്ച് പോണ ഒരു ഐറ്റം. ഇപ്പോഴാണ് കയറി കഴിച്ചപ്പോഴാണ് ഇത്രയും ഇതാണോ ഈ സംഭവം എന്നാണോ ഇവിടെ എന്നുള്ളത്. അത് എന്തായാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചവർക്ക് മനസ്സിലാവും. പിന്നെ ജംഷിയാക്കില്ലേ, ഇങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ഷോപ്പിൽ കയറിയ ഒരു ബോധം ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ബോറടിക്കും. പിന്നെ ടി വിൻ്റെ ഈ സിസ്റ്റങ്ങൾ അറിയാം, അതിൻ്റെ മൈക്ക്, പിന്നെ സ്പീക്കർ, അതൊക്കെ വെച്ചാൽ ആ മനുഷ്യന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും മനസ്സിലാക്കി ഇങ്ങനെ എടുക്കും ഏത് ഷോപ്പിൽ പോയാലും. പക്ഷെ ഞാൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ, ഞാൻ വേഗം പിടിച്ചേൽച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മൾ ബ്ലൂ ഡയമണ്ട് മാളിൽ കയറി നെസ്റ്റോയിലേക്ക്. അവിടെ അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ലുലുവിൽ പോയ പോലെ തന്നെ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഓഫർ ഒക്കെ ഉള്ള അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കയറിയതാണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നിൽക്കുമ്പോഴൊക്കെ നല്ലൊരു ഹരനാണല്ലോ. അതിൻ്റെ ഇതിൽ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിൽ ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പോയൊക്കെയാണ്, വലിയ രീതിയിലൊന്നും ഇല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ, ചെറിയ ചെറിയ സംഭവങ്ങൾക്കേ ഉള്ളൂ ഓഫറൊക്കെ. അല്ലെങ്കിലും പിന്നെ ഈ സാധനങ്ങളൊക്കെ കണ്ടു നിൽക്കാനും ഇതിൽ വില മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ
എല്ലായിടത്തുള്ള റേറ്റ് തന്നെയാണ് എന്തായാലും. പിന്നെ ചില സ്ഥലത്ത് ഭയങ്കര ഓഫർ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കഴിക്കാത്ത ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ പോയാൽ കുറച്ച് വാങ്ങിയിട്ടൊക്കെ ടേസ്റ്റ് നോക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ ഓരോ പാക്കിങ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കുനാഫൊക്കെ ഓരോ പാക്കിംഗ് ആക്കി വെച്ചത് കാണാൻ, ഇതല്ല എല്ലാം എല്ലാ ഐറ്റംസ് ഈ സ്വീറ്റ്സൊക്കെ ഓരോന്ന് പാക്കിംഗ് ആക്കി വെക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം പിന്നെ ഈ മോളിൽ ഫുൾ ചുറ്റിക്കറങ്ങാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒരു കയറിയിട്ട് ഇറങ്ങി. പിന്നെ ഇത് തിയേറ്റർ ആകുന്ന ആ ടൈമിലൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഫിലിംസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ അമ്മായിൻ്റെ മോന് മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ അവരും വൈഫൊക്കെ വരുമ്പോൾ നമ്മളെയും കൂട്ടിക്കൊണ്ടുവരും ഫിലിം കാണാൻ. അങ്ങനെ ഈ ഒരു സിനിമകളിലാണ് അധികം മമ്മൂട്ടീൻ്റെ ഫിലിംസൊക്കെ കാണാൻ. അവർ മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ നമ്മളെ ഒന്നല്ല വെറുതെ കൊണ്ടുവരും. ഏത് പടം ഇറങ്ങിയാലും മമ്മൂട്ടീൻ്റെ ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് അധികം ഇറങ്ങൽ. അപ്പം നമ്മളെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് ആ ഒരു ഈ ഒരു ഭാഗമൊക്കെ അല്ലേ കയറി പോകുന്ന ക്യൂ നിൽക്കുന്നൊക്കെ ആ ഒരു ഓർമ്മകൾ വന്നിട്ടോ. പിന്നെ നമ്മൾ മാവ് റോഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി ടൗണ് ചുറ്റി എന്ന് പറഞ്ഞ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ ചുറ്റി കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ നിൽക്കണ്ട, ഇന്ന് ലീവായതാണ് നിമിഷം ഓൾറെഡി. അപ്പം കണ്ണ് കാണിക്കേണ്ട ടൈം ആയിക്കണ്. അപ്പോൾ ഒന്ന് അവിടെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് കാണിക്കുന്ന ഡോക്ടർ ലീവാണെന്നുള്ളത്. പിന്നെ നമ്മൾ അവിടുത്തെ സീനിയർ ഡോക്ടർ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ലീവല്ലേ, അപ്പോൾ ഇനി ഇതിനായിട്ടൊരു ലീവും കൂടി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കയറിയപ്പം കണ്ണ് നല്ല പ്രഷറുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി വേണമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ തന്നെ ഒന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട്. അങ്ങനെ അവിടെ നിന്നും പോന്നു. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോണ്ട് നല്ല സ്മൂത്തായിട്ട് പോയി. പിന്നെ കുറച്ചൊരു ചെറുങ്ങനെ ഒരു ബ്ലോക്ക് അത് ചെറുതായിട്ട്. അപ്പം പിന്നെ അതും കഴിച്ചിലായിട്ട് നമ്മൾ SM പോകുന്നത്. അവിടെ നിന്നും ചെറുതായിട്ടൊന്ന് ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു മാക്സി അങ്ങനെയൊക്കെ ഉദ്ദേശിക്കണുള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കില്ല. വർക്ക് ഡേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. SM അത്യാവശ്യം ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ചിട്ട്. പിന്നെ അതുപോലെ ഷോപ്പിലും ഉണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ. ഇവിടെ ടോപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് നോക്കിയാൽ പക്ഷേ നമുക്ക് പറ്റില്ല, ചെറിയ കുട്ടികളതൊക്കെയാണ്. പിന്നെ ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുള്ളത്. ഈ സ്റ്റോണിൻ്റെനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ റേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ ചെരുപ്പിനൊക്കെയാണ് നല്ല വില ഉള്ളത്. ഒരേ പാറ്റേണിൽ പല കളേഴ്സിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ സ്റ്റോൺ വർക്കിൻ്റെ ഒക്കെ ഈ ഫോണിൽ കാണുന്ന മാതിരിയല്ല, തിളക്കമുണ്ടായിരുന്നു. നമ്മളെ ഫാത്തിമ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, സിസ്റ്റർ മോള്. ആ മോള് ഇടുന്ന ആ ഒരു ഐറ്റംസ് കാണട്ടോ ഇങ്ങനത്തെയൊക്കെ. പിന്നെ അതുപോലെ ഷൂനും നല്ല ഭംഗിയുള്ള ഷൂകൾ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ലേഡീസിൻ്റെയിലാണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് കേട്ടോ. എന്നും കാണുന്ന ആ ഒരു ഐറ്റം ഒന്നല്ല, പല ഡിസൈനിലും പല കളേഴ്സിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ ഒരു ഷോപ്പായതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊരു ചെരുപ്പ് എടുത്തിട്ടോ. അങ്ങനെ ജിംഷിയാക്കി നോക്കുന്നുണ്ട്. അതുപോലെ ചെരുപ്പും മോനിക്ക് ഉള്ള ചെരുപ്പൊക്കെ ആയിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ SM ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ഈ പിടിച്ച് നിൽക്കുന്ന ടോപ്പ് അത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി, അങ്ങോട്ട് കയറി. പക്ഷേ എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഓരോന്നും എടുത്ത് കാണിച്ച് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈപ്പിൽ എനിക്ക് പറ്റുന്ന സൈസ് ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പം അതിന് ചിലപ്പം നമുക്ക് സൈസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ആയിട്ട് കളേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്തായാലും ഒരുപാട് ടൈമായി പോയിക്കാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങിയിട്ട്. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടോ. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വിശപ്പൊക്കെ തുടങ്ങി. ആര്യഭവനിൽ പോയിട്ട് നല്ല ടേസ്റ്റുള്ള മസാല ദോശ കഴിച്ചു. ഇവിടെ ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാറ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തത്.
പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ജാംജും ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നത് എളുപ്പമാണ്. മറ്റു മോളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വിചാരിച്ച സ്ഥലത്തേക്കൊക്കെ ഈ സാധനം പിടിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. മോളായിട്ടും റെസ്റ്റോറൻ്റായിട്ടും പിന്നെ അതുപോലെ ഷോപ്പിംഗ് ടൗണൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ. പിന്നെ നിങ്ങൾ വിചാരിക്കും കേക്ക് കട്ടിങ്ങും മറ്റൊന്നും ഇല്ലേന്ന്. ജിംഷിയാക്ക് അത് വല്ലാതെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് കേക്ക് കട്ടിങ്. അപ്പോൾ മോള് ചെറുതായിട്ടൊന്ന് വാങ്ങിയൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ നിർബന്ധത്താൽ ആളൊന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി.